നമ്മൾ ചെറുപ്പത്തില് ഇതേപോലെ കുറെ തിന്നിട്ടില്ലേ? എന്താന്നല്ലേ കണ്ടൻസ് മിൽക്ക് നമുക്ക് ഭയങ്കര ഇഷ്ടമല്ല. ഇങ്ങനെ ആ കണ്ടൻസ് മിൽക്ക് തിന്നാനായിട്ട് ഞാൻ തിന്നുണ്ട്. പിന്നെ അത് വെച്ച് ഒരു ബ്രെഡാണ് ഞാൻ പരീക്ഷിക്കുന്നത്. അപ്പൊ സമയം കളയണ്ട, ഉടനെ വീഡിയോക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. നമുക്ക് ഈ റെസിപ്പി കൊണ്ട് 2 ലോഫ് ബ്രെഡാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതിന് വേണ്ടി പാല് 250 ml ഒരു ബോളിലേക്ക് ഒഴിക്കുക. കണ്ടൻസ് മിൽക്ക് 75 ഗ്രാം അല്ലെങ്കിൽ 1/4 കപ്പ്. ഒരു മുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കുക. പഞ്ചസാര 2 ടേബിൾ സ്പൂൺ. ഈസ്റ്റ് 7 ഗ്രാം. അതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ മൈദപ്പൊടി 400 ഗ്രാം. ഉപ്പ് 1 ടീസ്പൂൺ. ഇതും ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അതൊന്നങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതേപോലെ അങ്ങോട്ട് ആയി വരുമ്പോൾ അതിലേക്ക് 50 ഗ്രാം ബട്ടർ, നമ്മുടെ റൂം ടെമ്പറേച്ചർ സോഫ്റ്റ് ബട്ടർ അത് ഇടാം. അത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് മൈദപ്പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് കുഴയ്ക്കാം. ഒരു 10 മിനിറ്റോളം മിനിമം വേണ്ട ഒരു കേട്ടോ. നോക്കി ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് വിട്ടു പോകാനും പാടില്ല, അപ്പുറത്ത് വെളിച്ച കാണും ചെയ്യാം. അങ്ങനെയാണ് വേണ്ട കേട്ടോ. ഒരു ബോളാക്കാം. ബോളിലേക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ച് അത് ആ ബോൾ അതിലേക്ക് വെച്ച് അതിൻ്റെ മുകളിലൊരു തുണി ഇട്ട് നമുക്ക് ഒരു അത്യാവശ്യം ചൂടുള്ള സ്ഥലത്ത് വെക്കാം കേട്ടോ. അതൊന്ന് പ്രൂഫ് ആവട്ടെ. ഏകദേശം ഒരു 1 മണിക്കൂറോളം വെക്കാം കേട്ടോ. അത് കഴിഞ്ഞാൽ തുണി മാറ്റി അതിൻ്റെ ഉള്ളിലത്തെ എയറൊക്കെ നമ്മൾ അങ്ങോട്ട് ഇടിച്ചങ്ങോട്ട് കളയാം. അത് കഴിഞ്ഞാൽ പാനിൽ നിന്ന് മാറ്റാം. അതിനെ 2 പീസാക്കാം. അത് കഴിഞ്ഞാൽ കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ റോളർ വെച്ച് ഒന്ന് ഫ്ലാറ്റൻ ചെയ്യുക. അതിനെ അതായത് നന്നായിട്ട് അങ്ങോട്ട് പരത്തി കൊടുക്കാം. അത് കഴിഞ്ഞത് ഇങ്ങനെ ടൈറ്റായിട്ട് അങ്ങോട്ട് റോൾ ചെയ്യാം. അതിൻ്റെ എഡ്ജൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഒട്ടി പിടിപ്പിക്കാം. സൈഡൊക്കെ നന്നായിട്ട് ഉള്ളിൽ കയറ്റി വെച്ച് ഇതേപോലെ ലോഫ് കിട്ടും. അതിനെ 6 പീസായിട്ട് കട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് പാർച്ച്മെന്റ് പേപ്പർ താഴെയിട്ട ഒരു പാനിലേക്ക് വെച്ച് അതിനെ കവർ ചെയ്ത് വാമ്പിളിച്ച് ഒരു 45 മിനിറ്റ് നേരം വെക്കണം കേട്ടോ. അതിനെ വാഷ് ചെയ്യാനായിട്ട് അതിൻ്റെ എഗ് വാഷ് 2 ടേബിൾ സ്പൂൺ പാലും ഒരു മുട്ടയും കൂടി അടിക്കാം. ഓവൻ 350 ഡിഗ്രിയിൽ ചൂടാക്കാം. ഫാരനൈറ്റ് ആണ് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ ഉണ്ടാക്കിയ എഗ് വാഷ് അതടിക്കുക. ഓവനിൽ വെക്കുക. 20 to 22 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇതേപോലെ ഇങ്ങനെ ഓരോ സ്റ്റേജിലെ കളർ മാറി മാറി നല്ല ഗോൾഡൻ ബ്യൂട്ടിഫുൾ കളറിലേക്ക് വരും. നോക്കിയേ, അത് പുറത്തേക്ക് എടുക്കാം. അതിൻ്റെ മുകളിൽ ഗ്ലേസ് വരുത്താനായിട്ട് 3 ടേബിൾ സ്പൂൺ ബട്ടറും 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഒന്ന് ചെറുതായിട്ട് ചൂടാറി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഗ്ലേസ് ബ്രഷ് ചെയ്യാം. അത് കഴിഞ്ഞത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചോണ്ട് ഇതിങ്ങനെ അങ്ങോട്ട് വിടിയിച്ച് നമുക്ക് എടുക്കാം കൈ കൊണ്ട് തന്നെ. നോക്കിയേ, അതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്, ബട്ടറിയാണ്, നല്ല കിടിലൻ കണ്ടൻസ് മിൽക്ക് ബ്രെഡ്. നമ്മുടെ ബ്രെഡ് കണ്ടൻസ് മിൽക്ക് വെച്ച് റെഡി ആയിട്ടുണ്ട്. ഒരു ബ്രിയോഷിന്റെയും സാധാരണ ബ്രെഡിന്റെയും കൂടി ഒരു മിക്സ് ടേസ്റ്റ് ആണ് വരും. കണ്ടൻസ് മിൽക്ക് ആയതുകൊണ്ട് വെറുതെ തിന്നാനും നല്ലതാ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.